സിനിമയിലെ അഭിനയത്തെക്കാളും വളരെ ദുഷ്കരമാണ് രാഷ്ട്രീയത്തിലെ അഭിനയം. രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ചില സൗകര്യങ്ങൾ സിനിമയിലുണ്ട്. സിനിമയിൽ കഥയും വചനവും എഴുതാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും, പിന്നെ സംവിധായകനുണ്ടാവും, എഡിറ്ററുണ്ടാവും, ഛായാഗ്രാഹകനുണ്ടാവും, മേക്കപ്പ് മാൻ ഉണ്ടാവും, പല സൗകര്യങ്ങളും ഉണ്ടാവും. രാഷ്ട്രീയത്തിലൊന്നുമില്ല. തിരക്കഥ എഴുതാൻ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും, പക്ഷെ വചനം അവനവൻ തന്നെ പറയണം. വോയിസ് മോഡുലേഷൻ നമ്മൾ തന്നെ നടത്തണം. ഡബ്ബിംഗ് ഇല്ല, റീ റെക്കോർഡിംഗ് ഇല്ല. പിന്നെ ഒരു തവണ അഭിനയിച്ച് തെറ്റിപ്പോയാൽ രണ്ടാമത് ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനമില്ല. ഒറ്റ ടേക്കിൽ എടുക്കുന്ന അഭിനയമാണ് രാഷ്ട്രീയക്കാരൻ്റെ അഭിനയം. അതുകൊണ്ടാണ് മികച്ച സിനിമാ നടന്മാരെക്കാളും മികച്ചവർ എപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. MGRനേക്കാളും മികച്ച നടനായിരുന്നു കരുണാനിധി. വിജയകാന്തിനേക്കാളും മികച്ച നടനായിരുന്നു MK സ്റ്റാലിൻ. സ്റ്റാലിനേക്കാൾ മികച്ച നടനായിരിക്കും പുള്ളിയുടെ മകൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ രാമറാവുവിനേക്കാളും മികച്ച നടനാണ് അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ച ഇപ്പോഴത്തെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും മികച്ച നടന്മാരാണ് VD സതീശനും പിണറായി വിജയനും. കാരണം പിണറായി വിജയനും VD സതീശനും തിരക്കഥയും വചനവും എഴുതി കൊടുക്കാൻ ആരുമില്ല. ആ ഡയലോഗ് അവർ തന്നെ ഉണ്ടാക്കണം, അവർ തന്നെ ഡെലിവർ ചെയ്യണം. അത് കേൾക്കുന്നവർ കൈയടിക്കണം, കേൾക്കുന്നവർ കൈയടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. അതാണ് എൻ്റെ ബുദ്ധിമുട്ട്. മറ്റതങ്ങനെയല്ലല്ലോ. നമ്മൾ ശീതീകരിച്ച ഒരു തിയേറ്ററിൽ നിന്ന് കേൾക്കും, അവിടെ വേറെ ആരുമില്ല. നമ്മൾ കേൾക്കുന്നു, നമ്മൾ കൈയടിക്കുന്നു, നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. മറ്റതങ്ങനെയല്ല. പൊരി വെയിലത്ത് അല്ലെങ്കിൽ വൈകുന്നേരം കൊടും ചൂടത്ത് തോരാത്ത മഴയത്ത് ഇവർ നമ്മൾ ഉത്ഭുതരാക്കുകയാണ്. അല്ലെങ്കിൽ ടെലിവിഷനിൽ വന്നിട്ട് ഇതേ സർക്കസ് തന്നെ വേറെ നടത്തുക. ഞാനിത് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഈ വിജയ് എന്ന് പറഞ്ഞ നടൻ ഇപ്പോൾ പെട്ടിരിക്കുന്ന പെടൽ ഓർത്തിട്ടാണ്. ഈ ചെറുപ്പക്കാരന് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. അയാൾക്ക് ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്, ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഉണ്ടിരുന്ന നായർക്കൊരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കളയാം എന്ന് തോന്നി. പുള്ളി ആദ്യം ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായി, അതിൽ കുഴപ്പമൊന്നുമില്ല. അതിനെ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഈ TVK എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി പുള്ളി ഉണ്ടായി. തമിഴ് വെട്രിക്കഴകം എന്നാണ് ഇതിൻ്റെ പേര്. ഈ വെട്രിക്കഴകം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ആരാധകർ ഒരുപാട് പേര് തടിച്ചുകൂടി. ഇദ്ദേഹം പോകുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി അനധിവിദൂര ഭാവിയിൽ DMKക്ക് ഒരു വെല്ലുവിളിയാവും. അണ്ണാ DMK ഇല്ലാതായി പോയ സ്പേസ് ഇവർ കൈയടക്കും. പന്നീർശെൽവത്തിനും മറ്റേ ഇളങ്കോവനും അവിടെ തമിഴ്നാട്ടിലുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ നടന്മാർക്കും ഇദ്ദേഹത്തിൻ്റെ പാർട്ടി വലിയ വെല്ലുവിളിയാവും. അടുത്ത ഘട്ടത്തിൽ ഉദയനിധി സ്റ്റാലിനും സാക്ഷാൽ MK സ്റ്റാലിനും തന്നെ വെല്ലുവിളിയാവും. അങ്ങനെ വൈകാതെ DMK പൊളിയും. MGRന് ശേഷം തമിഴ് സിനിമയിൽ നിന്നുള്ള പുതിയ താരോദയം മഹാനായ വിജയ് എന്ന ആളുകൾ ആർത്തു വിളിച്ചു, ആക്രോശിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ TV ചാനലുകാർക്ക് അത്ര തന്നെ ബോധ്യം വന്നില്ല. കാരണം ഇവിടുത്തെ ആളുകൾ അധികം പേരും ഈ സ്റ്റാലിൻ്റെ വലിയ ആരാധകരാണ്. പിണറായി വിജയനോട് ആരാധനയില്ലാത്തവരും സ്റ്റാലിനെ ആരാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സ്റ്റാലിൻ ഒരു മഹാമനുഷ്യനാണെന്നും വലിയ ദാനശീലനാണെന്നും ദയാശീലനാണെന്നും മാതൃകാ ഭരണാധികാരിയാണെന്നും ഫാസിസത്തെ ഊണിലും ഉറക്കത്തിലും എതിർക്കുന്നവനാണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ മതേതര പുരോഗമന ജനാധിപത്യ നവോത്ഥാന ശക്തികളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് വിജയ്ക്ക് ഇവിടെ അത്ര തന്നെ ഒരു സ്വീകാര്യത കിട്ടാതെ പോയി. ഏതായാലും തമിഴ്നാട്ടിലെ പുള്ളി ഒരു വലിയ താരമാണ്, പുലിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കരൂർ ദുരന്തം ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ യോഗത്തിന് പ്രഖ്യാപിച്ച സമയം കഴിഞ്ഞ് വളരെ സമയം വൈകി അദ്ദേഹം വന്നു. ആ സമയത്ത് ആളുകൾക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടായി, വെള്ളം കുടിക്കാണ്ട്. ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നില്ല. അതിന് വോളണ്ടിയർമാരുണ്ടായിരുന്നില്ല, പോലീസുകാർ ആവശ്യത്തിനുണ്ടായിരുന്നില്ല. വരുമെന്ന് പ്രതീക്ഷിച്ചതിൻ്റെ 10 മടങ്ങ് ആളുകൾ തടിച്ചുകൂടി. ഇദ്ദേഹം വരാൻ വൈകിയതുകൊണ്ട് തിക്കും തിരക്കും വർദ്ധിച്ചു. കുറേ പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു. ഏതാണ്ട് 40-ലധികം പേരാണ്, 50-ൽ താഴെ ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ദുരന്തമായിട്ട് മാറി. ഈ ദുരന്തം ഉണ്ടായ വേളയിൽ ഈ വിജയ് എന്ന് പറഞ്ഞ നടൻ അവിടുന്ന് തടി സലാമത്തായി. അല്ലെങ്കിൽ ആൾക്കാർ അദ്ദേഹത്തെ ഇടിച്ച് ചമ്മന്തിയാക്കിയന് എന്നൊരു ഉപകഥയുണ്ട്. ഏതായാലും പുള്ളി തടി കഴിച്ചിലാക്കി. പുള്ളി മണിക്കൂറുകൾക്ക് ശേഷമാണ് അതേക്കുറിച്ച് അന്വേഷിക്കൂ, സംഭവ സ്ഥലത്ത് വരികയൊക്കെ ചെയ്തു.
ഇതോടുകൂടി സകല മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇയാൾക്ക് സിനിമയിലെ അഭിനയം മാത്രമേ വശമുള്ളൂ, രാഷ്ട്രീയം വശമില്ല, രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഓടിപ്പോകാമോ എന്നൊക്കെ ചോദിച്ച് പുള്ളിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പുള്ളി TVക്ക് പിരിച്ചുവിടും, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. ജയിച്ചാലും തോറ്റാലും പുള്ളി പാർട്ടിയായിട്ട് മുന്നോട്ട് പോകും. പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോയാൽ എത്ര ദൂരം പോകും എന്നുള്ള വേറൊരു ചോദ്യമാണ്. ഒരു പക്ഷേ നമ്മുടെ വിജയകാന്തിൻ്റെ DMDK പോലെ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ചിരഞ്ജീവി ഉണ്ടാക്കിയ പാർട്ടി പോലെ അത് കുറച്ച് കാലൊക്കെ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനായിരുന്നു ഈ വിജയുടെ സ്ഥാനത്തെങ്കിൽ ഈ അപകടത്തെ ഒരു വലിയ സാധ്യതയാക്കി മാറ്റിയത് നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡി പണ്ട് ചെയ്ത പോലെ. അദ്ദേഹത്തിൻ്റെ പിതാവ് YS രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി എന്ന് ചോദിച്ചാൽ ആ സമയത്ത് കുറേ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത ഓരോ പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം കാൽനട ജാഥ നടത്തി. അതിന് ഒതർപ്പ് യാത്ര എന്നാണ് പേരിട്ടത്. ഈ ഒതർപ്പ് യാത്ര അങ്ങനെ ഒരുപാട് ആളുകളെ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ മാഡം സോണിയാഗാന്ധിക്ക് തന്നെ വലിയ വൈക്ലഭ്യം തോന്നി. ഇവനോട് ഒതർപ്പ് യാത്ര നിർത്താൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, സോണിയാഗാന്ധി അല്ല, മരിച്ചുപോയ എൻ്റെ അച്ഛൻ രാജശേഖർ റെഡ്ഡി നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ ഈ യാത്ര നിർത്തുകയില്ല. കാരണം മരിച്ചുപോയ പാർട്ടി പ്രവർത്തകരോട് എനിക്കും എൻ്റെ കുടുംബത്തിനും പാർട്ടിക്കും അത്ര വലിയ കടപ്പാടുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി കണ്ണീരും കയ്യുമായിട്ട് ഓരോ പ്രവർത്തകൻ്റെ വീട്ടിലെത്തി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഭയങ്കര ഹിറ്റായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ ഈ ഒതർപ്പ് യാത്ര. ആന്ധ്ര രാഷ്ട്രീയത്തിൽ, തെലുങ്ക് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ ചമച്ചു. അങ്ങനെയാണ് സാക്ഷാൽ സോണിയ കോൺഗ്രസിൻ്റെ മേൽ ഇദ്ദേഹത്തിൻ്റെ YSR കോൺഗ്രസിന് ഒരു മേൽക്കൈ കിട്ടിയത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് 5 കൊല്ലം ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു. ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ജഗൻമോഹൻ റെഡ്ഡി. അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. നേരെ വെച്ച് വിജയ് ഇതുപോലെ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. വിജയ്ക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിന് ഇനി കട്ടിച്ച് 6-7 മാസമുണ്ട്. ഈ ബഹളവും പുകിലും പൂക്കാറൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ പുള്ളി ഒരു കാൽനട യാത്ര നടത്തട്ടെ. ഈ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചുപോയ ഓരോ പ്രവർത്തകൻ്റെയും വീട്ടിൽ ചെന്ന് അവർക്ക് ആശ്വാസവാക്കുകൾ പറയും. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകളൊക്കെ കോരിത്തരിക്കും, ഓ വിജയ്, അയ്യാ വിജയ് നമ്മുടെ വീട്ടിൽ വന്നു. അതോടുകൂടി അവരുടെ എല്ലാ അസുഖങ്ങളും പറഞ്ഞു, അവരുടെ എല്ലാ സങ്കടങ്ങളും തീരും. അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയ നഷ്ടപരിഹാരവും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ നഷ്ടപരിഹാരവും പിന്നെ TVKയിൽ നിന്ന് കിട്ടിയ നഷ്ടപരിഹാരം എല്ലാം കൂടി തരക്കേടില്ലാത്തൊരു സംഖ്യ കിട്ടിയിട്ടുണ്ടാവും. അതിന് പുറമെ ഇദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനം കൊണ്ട് ഉണ്ടാകുന്ന വലിയൊരു ഊർജ്ജമുണ്ട്. അപ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ, ഓ വിജയനെ കണ്ടു, എന്തൊരു നല്ല കുട്ടി, എന്തൊരു മര്യാദക്കാരൻ, എന്തൊരു യോഗ്യൻ. ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ഓരോ പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുക എന്ന് വെച്ചാൽ എന്താണ് എന്ന രീതിയിൽ പുള്ളിയെ വാനോളം പാടിപ്പോഴുന്നു. പക്ഷേ അത്രയൊന്നും ചെയ്യാനുള്ള ഒരു ആംബിയർ അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലാതെ അദ്ദേഹം ഈ സ്റ്റാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധിയുടെയൊക്കെ അടുത്ത് ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ വലിയ ദുരന്തമായിട്ടേ അത് അവസാനിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും വിജയ് എന്ത് ചെയ്യും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.